സത്യമാണ് മായേച്ചി. ഞങ്ങളറിയാത്ത ഇങ്ങനൊരു കഥ ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ? അപ്പോ ഞങ്ങളുടെ അമ്മ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടതാണോ? അപ്പോ ഇതുവരെ ഞങ്ങളെ വളർത്തിയെന്ന് DK പറഞ്ഞതൊക്കെ കുറ്റബോധം, പശ്ചാത്താപം, അതിനുള്ള പാപപരിഹാരമായിട്ടാ നിങ്ങളെയൊക്കെ DK വളർത്തി വലുതാക്കിയത്. ബാലു, ഗോകുലേട്ടാ, നിങ്ങൾ ആരും ഈ കഥ വിശ്വസിക്കരുത്. ഇതുവരെ ഇല്ലാത്ത ഈ കഥ അയച്ചു മനഃപൂർവ്വം പറയുന്നതാ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ. ഇല്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാനിത് വിശ്വസിക്കില്ല. അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവരല്ല അമ്മയും DK. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചെങ്കിൽ തന്നെ അതിനൊരു കാരണം ഉണ്ടാവും. ഈ കഥയ്ക്ക് ഒരു മറുവശം ഉറപ്പായും ഉണ്ട് ബാലു. അതറിയണമെങ്കിൽ ഇപ്പൊ മായേച്ചി പറഞ്ഞ ഈ കാര്യം അമ്മയോടോ DKയോടോ ചോദിക്കണം. ചോദിക്കും, ആരോട് വേണമെങ്കിലും ചോദിക്കും. പക്ഷേ അത് ആരുടെയും ഔദാര്യമായിട്ടാവരുത്. ഈ അമരാവതി വീടിന്റെ തുല്യ അവകാശിയായിരുന്ന അമ്മയുടെ മക്കളായിട്ടായിരിക്കണം. ഇതുവരെ ഞാനിത് നിങ്ങളോടൊക്കെ മറച്ചു വെച്ചത് ഈ വീടിനെ കരുതിയാ. ഓ, അപ്പൊ ഈ വീടിനെ കുറിച്ചുള്ള കരുതലൊക്കെ ഇല്ലാതായോ? ഇനി SK തിരിച്ചു വരുന്നതുകൊണ്ട് ഈ വീടങ്ങ് നശിച്ചു പോകുന്നാണോ വായിച്ചിട്ട് മനസ്സിലിരിപ്പ്? ഈ വീടിന്റെ ഏറ്റവും വിശ്വസ്തയായി നിന്നിട്ട് DKയും അമ്മയും ഒരിക്കലും എതിർക്കില്ലെന്ന് പറഞ്ഞു നിങ്ങള്. ഇപ്പോ താൻ ഈ വില്ലത്തിയായി മാറിയോ? DKയ്ക്കും ഈ വീടിനും വേണ്ടിയെന്ന് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞതൊക്കെ അഭിനയം മാത്രമായിരുന്നോ? നിങ്ങളാണോ മായേച്ചി ഈ കഥയിലെ യഥാർത്ഥ വില്ലത്തി? നിർത്തടി. നീ എന്നെ ചോദ്യം ചെയ്യുന്നു. ഞാനാണ് വില്ലത്തിയെന്ന് പറഞ്ഞു പരത്താൻ നിന്നോട് ജ്യോതി പറഞ്ഞായിരുന്നോ? ഞാൻ വില്ലത്തി കളിക്കാൻ തുടങ്ങിയ നീയൊന്നും അത് താങ്ങില്ല ചിത്രേ. ഞാൻ ഈ വീട്ടിൽ സുപ്രിയാന്റിക്ക് ശേഷം വന്ന മരുമകളാ. എന്റെ ഭർത്താവിനും കൂടി അവകാശപ്പെട്ട മണ്ണില ഞാൻ ചവിട്ടി നിൽക്കുന്നത്. DK ഈ വീടിന്റെ നെടും തൂണ. അമ്മയാണ് ഈ വീടിന്റെ അധികാരി. DKയുടെ ഏറ്റവും വലിയ ദൗർബല്യം SK ആണ്. ഈ അമരാവതി വീട്ടിൽ സമാധാനം പുലരണം, അതിൽ ആർക്കും തർക്കമില്ല. പക്ഷേ അതൊന്നും നമ്മുടെയൊക്കെ ജീവിതം ചവിട്ടി മെതിച്ചുകൊണ്ടാവരുത്. അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. DK പോലൊരാൾ നമ്മുടെ തണലായിട്ട് നിൽക്കുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഭർത്താക്കന്മാർക്ക് കൂടി അവകാശപ്പെട്ട മണ്ണാണ് ഇതെന്ന് ഇവര് തിരിച്ചറിയണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ സംസാരിച്ചത് എനിക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. ആണോ അല്ലയോന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എത്ര ചാരം തേച്ചാലും കുറുക്കൻ ഓരിയിടാതിരിക്കാൻ കഴിയില്ല മായേച്ചി. സത്യം ഒരിക്കൽ പുറത്തു വരിക തന്നെ ചെയ്യും. കള്ളി, പെരുങ്കള്ളി, നീ ഈ വീട്ടിൽ വന്നതുപോലെ എനിക്കറിയാം. എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് മയക്കി സ്വന്തം കാര്യം സാധിക്കുന്ന പെരുങ്കള്ളിയാ നീ. ഈ വീട്ടിലെ ഏറ്റവും വലിയ ശത്രു നീയാ.
എന്തിനായിരിക്കും ശിവമായെ കള്ളീന്ന് വിളിച്ചത്? ആരെങ്കിലും വെറുതെ കള്ളീന്ന് വിളിക്കുന്നത് പോലെ ആയിരുന്നില്ല അത്. എന്തോ മുൻവൈരാഗ്യം മനസ്സിൽ വെച്ച് വിളിക്കുന്നത് പോലെയായിരുന്നു. ശിവയ്ക്ക് മായയെക്കുറിച്ച് മറ്റെന്തോ അറിയാം. എന്തായിരിക്കും അത്? എസ് കെക്ക് പഴയതെല്ലാം വ്യക്തമായിട്ട് ഓർമ്മയുണ്ടോ? കള്ളി കള്ളി എന്ന് ആവർത്തിച്ച് വിളിക്കുമ്പോ അവന്റെ മുഖത്ത് പകരം വീട്ടുന്നൊരു ഭാവമായിരുന്നു. എന്തിന്? അതിന് ഞാൻ അവനോട് എന്ത് ചെയ്തു? എന്താ മോനെ ഈ വീട്ടിൽ നടക്കുന്നത്? എനിക്കറിയില്ലമ്മേ, എല്ലാവരുടെയും സ്വാർത്ഥത. അല്ലാതെ ഞാനെന്ത് പറയാൻ? എന്നാലും നീ അവരോട് അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു. അവർക്കൊക്കെ അത് സങ്കടമായി കാണും. അവർക്ക് മാത്രമേ സന്തോഷവും സങ്കടവും ഒക്കെ ഉള്ളൂ അമ്മേ. ഈ വീടിന്റെ ശത്രുക്കളുമായി അവർ ചേർന്നത് ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ശിവയ്ക്കും നീ പറഞ്ഞത് വിഷമമായി. എനിക്കറിയാമേ, അവൻ പറഞ്ഞൊക്കെ ന്യായമാ. എന്നാലും ഗോകുലിനെ അവൻ തല്ലുന്നത് കണ്ടപ്പോ എന്റെ നിയന്ത്രണം പോയി. അവന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഞാൻ മറന്നുപോയി. അവനിപ്പോ അവന്റെ മുറിയിൽ ഇരിപ്പുണ്ട്. നീ പോയിട്ട് സംസാരിക്കേ. സങ്കടം എല്ലാവർക്കും ഉണ്ടമ്മേ. ഈ വീടിനെ തുരങ്കം വയ്ക്കാൻ ശത്രുക്കളുമായി ചേരുന്ന മരുമക്കളും ഭാര്യമാരും ഒരു വശത്ത്, അവരോടുള്ള ശിവയുടെ ശത്രുത മറുവശത്ത്. ഇതിനിടയിൽ ഞാൻ ആരുടെ പക്ഷത്ത് നിൽക്കും? തെറ്റ് ചെയ്തിട്ട് പോലും എനിക്ക് അവരെ ശിക്ഷിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ശിവയെ വഴക്ക് പറയേണ്ടി വരുന്നു. എന്റെ ഗതികേട് അല്ലാതെന്താ? അവനല്ല തെറ്റ് ചെയ്തത്, എന്നിട്ട് ഞാൻ അവനെ ചീത്ത പറഞ്ഞു. അത് അവന്റെ മനസ്സിനെ പോറിലേൽപ്പിച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം. വേണമെങ്കിൽ ഞാൻ പോയി ശിവയോട് മാപ്പ് പറയാം. പോരെ? ദേവാ, വേണ്ടമ്മേ. ഹിറ്റ്ലർ കരയാൻ പാടില്ല. എല്ലാവരും അങ്ങനെ വിളിക്കുന്നത് എപ്പോഴേക്കോ ഞാൻ ഒരുപാട് ആസ്വദിച്ചു. ഉള്ളിൽ ചിരിച്ചു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, ഹിറ്റ്ലറിന്റെ സങ്കടത്തിന് മാത്രം ഒരു വിലയുമില്ല. അമ്മേ, ഇനി ശിവ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അതിനും കാരണക്കാരൻ ഞാനാവില്ലേ? ഞാൻ പോയി അവനെ കാണാം.
മായ പറഞ്ഞാൽ എന്താ തെറ്റ്? അന്ന് നിന്നോടൊപ്പം വന്നപ്പോഴല്ലേ അപകടം ഉണ്ടായത്. സോറി ശിവ, ഞാൻ നിന്നോട് കുറച്ച് റഫായി സംസാരിച്ചു. മനഃപൂർവ്വമല്ല, നിനക്കറിയാലോ. അറിയാം, മനഃപൂർവ്വം തന്നെയാ. അങ്ങനെയൊന്നും പറയലേ ശിവ. മനഃപൂർവ്വം നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ? വേണ്ട, എന്നോട് സംസാരിക്കാൻ വരണ്ട. ഏട്ടന്റെ പ്രിയപ്പെട്ടവര് അവരല്ലേ, ഞാനല്ലല്ലോ. ശിവ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എന്നെ ഇപ്പൊ പറഞ്ഞ് പറ്റിക്കാൻ നോക്കണ്ട. ഏട്ടൻ ഇഷ്ടം അവരോട് തന്നെയാ. അവരും നീയും എന്റെ രക്തം തന്നെയാ. അതിലൊരു പടി കൂടുതൽ നീയാണെന്ന് മാത്രം. നിന്നെപ്പോലെ തന്നെ അവരും ഞാൻ വളർത്തിയ കുട്ടികളല്ലടാ. നീ അവരെ ദ്രോഹിച്ചാൽ ഞാനതെങ്ങനെ സഹിക്കും? ഇന്ന് നീ അവനെ തല്ലിയത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. അതാ ഞാൻ വെറുതെ എന്തെങ്കിലും ചെയ്താണെന്നാണ് ഏട്ടൻ പറയുന്നേ? അല്ല, നീ ചെയ്തതിന് നിനക്ക് വ്യക്തമായ കാരണം കാണും. അതുകൊണ്ടാ നീ ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടാക്കിയതെന്നും ഏട്ടനറിയാം. ഇന്ന് സംഭവിച്ച പോലെ ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴായി ഈ വീട്ടിൽ നടന്നിട്ടുണ്ട്. അവരെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ട സന്ദർഭങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഞാൻ പലവട്ടം ശ്രമിച്ചു. എന്തുകൊണ്ടാ? ഏട്ടനൊരു മണ്ടനായതുകൊണ്ട്, അല്ലെങ്കിൽ പേടിയുണ്ട്. അവരെ എന്തെങ്കിലും പറഞ്ഞാൽ അവരൊക്കെ ഇവിടുന്ന് ഇട്ടെറിഞ്ഞു പോകുന്നുള്ള ഭയം കൊണ്ട്. അല്ല, അവർക്ക് നമ്മളല്ലാതെ മറ്റാരുമില്ല. ആര് പറഞ്ഞു? മായയ്ക്കും താരയ്ക്കും ചിത്രയ്ക്കും ബന്ധുക്കളില്ലേ? എല്ലാവർക്കും ബന്ധുക്കളുണ്ട്. പക്ഷേ നമ്മൾ നൽകുന്ന കരുതലും സ്നേഹവും അവർക്ക് മറ്റാരും നൽകില്ല. അവരോടുള്ള സ്നേഹം കൊണ്ട് അന്ധനായതുപോലെയാ ഏട്ടൻ എന്നോട് സംസാരിക്കുന്നത്. ബന്ധങ്ങളിൽ ഞാൻ അന്ധനാണ് ശിവ. നമുക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ നമുക്കത്ര വലുതല്ലെന്ന് തോന്നാം. പക്ഷേ ആഴത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ബന്ധങ്ങളുടെ വേരുകൾ ചിലപ്പോഴൊക്കെ നമ്മളെ കുത്തി നോവിക്കും. ചെയ്തുപോയ തെറ്റുകളെ ഓർമ്മപ്പെടുത്തും. നമ്മുടെ മനസ്സ് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും. ആ കുറ്റപ്പെടുത്തൽ ഈ ജീവിതകാലം മുഴുവൻ അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ആളാ ഈ ഏട്ടൻ. ഞാൻ മാത്രമല്ല, നമ്മുടെ അമ്മയും. ഏട്ടൻ ഈ പറയുന്നതൊക്കെ വെറും ന്യായീകരണങ്ങൾ മാത്രമാണ്. അല്ല, നിനക്കതിനെക്കുറിച്ച് അറിയില്ല. നമ്മുടെ അച്ഛന്റെ മരണത്തിന് പിന്നിൽ നിനക്കറിയാത്തൊരു കഥയുണ്ട്. അന്ന് നീ കുഞ്ഞാ. നമ്മുടെ ചേച്ചി ഒരു അന്യമതക്കാരനെ സ്നേഹിച്ച് നാടുവിട്ടു. 2 വീട്ടുകാരും അവരെ സ്വീകരിച്ചില്ല. ഒടുവിൽ അവരിവിടുന്ന് ബാംഗ്ലൂരിലേക്ക് താമസം മാറി. നമ്മുടെ അച്ഛന് നമ്മളെക്കാളൊക്കെ സ്നേഹമായിരുന്നു ചേച്ചിയോട്. ഹാർട്ട് പേഷ്യന്റ് ആയിരുന്ന അച്ഛൻ ആ സംഭവത്തോട് കൂടുതൽ രോഗിയായി. മരിക്കുവോളം അച്ഛൻ ആ സങ്കടം മാറിയിരുന്നില്ല.
അച്ഛന്റെ മരണം കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് നിറവയറുമായി ചേച്ചി നമ്മളെ കാണാൻ വന്നു. ഒരു ദയയും കാണിക്കാതെ ഞാനും അമ്മയും ചേച്ചിയെ പടിയിറക്കി വിട്ടു. നിലവിളിച്ചുകൊണ്ടാ അന്ന് ചേച്ചി ഇറങ്ങിപ്പോയത്. പിന്നെ ഞാൻ കാണുന്നത് ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിൽ അപകടത്തിൽ മരിച്ചു മരവിച്ച നിലയിൽ അവരുടെ ശവശരീരങ്ങളാണ്. അവർ താമസിച്ച വീട്ടിൽ അനാഥരായ 3 കുട്ടികളും. ഞാൻ അവരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അനാഥരാണെന്നുള്ള തോന്നൽ ഒരിക്കലും അവർക്കുണ്ടാകരുതെന്ന് ഞാൻ കരുതി. ഞാനതൊക്കെ സമ്മതിക്കുന്നു. അവര് നമ്മുടെ ചേച്ചിയുടെ മക്കളാ. ഏട്ടൻ ചെയ്തത് ഏട്ടന്റെ കടമയാ. പക്ഷേ ഇനിയെങ്കിലും ഏട്ടൻ അവരെ ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കണം. ഇല്ലെങ്കിൽ ഈ കുടുംബം അവർ നശിപ്പിക്കും. ആ 3 പെണ്ണുങ്ങള് കള്ളികളാ, മഹാകള്ളികള്. പ്രത്യേകിച്ച് ആ മായ അഭിനയിക്കാൻ മിടിക്കുക അവള്. അങ്ങനെ പറയരുത് ശിവ. ചെറിയ ചില മണ്ടത്തരങ്ങൾ കയ്യിലുണ്ടെന്നേ ഉള്ളൂ. അവരൊക്കെ നല്ല കുട്ടികളാണ്. ഏട്ടന് ഞാൻ പറയുന്നതിനേക്കാൾ വിശ്വാസം അവരെയാണല്ലേ. എനിക്കിനി ഒന്നും പറയാനില്ല. എന്നോട് മിണ്ടണ്ട. പോ, കാണണ്ട എനിക്ക്. ശിവ, എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? എനിക്കൊരു ഉദ്ദേശമില്ല. SK കൊണ്ട് ഇതെല്ലാം ജയിക്കുന്നത് നീയാ. ഞാൻ എന്ത് ജയിച്ചോന്നാ? അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ അങ്ങ് വീണു. നിങ്ങൾ എല്ലാവരും കൂടി നടത്തിയ ഗൂഢാലോചന SK കൈയോടങ്ങ് പിടികൂടി. അതിന് ഞാനെന്ത് കഴിച്ചു? നീ SKയുടെ ചെവിയില് വേദം ഓതി കൊടുത്തിട്ടാ അവൻ ഞങ്ങൾക്കെതിരെ വഴക്കിന് വരുന്നത്. ഞങ്ങളെ ഇവിടുന്ന് മാറ്റാൻ അവൻ നിർബന്ധം പിടിക്കുന്നതിന് പിന്നിൽ നിന്റെ ബുദ്ധിയാണെന്ന് എനിക്കറിയാം. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയാ പിന്നെ നിനക്കിവിടെ കെട്ടിലമ്മയായിട്ട് വാഴാവുന്നല്ലേ നിന്റെ വിചാരം. പക്ഷേ അതിന് നീ മനപ്പായസം ഉണ്ണണ്ട. അത് നടക്കില്ല. നിന്നെ ഇവിടുന്ന് ഓടിക്കാതെ ഞങ്ങൾ ഒരിടത്തേക്കും പോവില്ല. നിങ്ങൾ പോണോന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. നീ ഇവിടെ തന്നെ വേണം. എങ്കിലല്ലേ എനിക്ക് നിന്റെ കള്ളത്തരം പൊളിക്കാൻ പറ്റും. ഞാനൊരു കള്ളത്തരവും കാണിച്ചിട്ടില്ല. എടിയും മരുമകളെ, എന്റെ 3 മരുമക്കളിൽ ഡേഞ്ചറസ് ആയവള് നീയാണെന്ന് എനിക്ക് ആദ്യമേ ഒരു സിഗ്നൽ കിട്ടിയതാ. അതിപ്പോ ശരിയായി വരുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ വഴക്കോടെ എനിക്ക് അതിനുള്ള കൂടുതൽ തെളിവുകൾ കിട്ടുകയും ചെയ്തു. എന്ത് തെളിവ്? എന്റെ കള്ളത്തരം പൊളിക്കാൻ നിനക്ക് എന്ത് തെളിവാ കിട്ടിയത്? ഒരു വാക്ക്, SKയുടെ ഒരു നോട്ടം, അതിലെല്ലാം ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചാ എന്റെ മരുമകള് സത്യസന്ധമായ ഉത്തരം പറയണം. പറയോ? നീ ചോദിക്ക. പറയണോ വേണ്ടയോന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. ആ വഴക്കിനിടയില് ശിവ നിന്നെ കള്ളി കള്ളിന്ന് ഒന്നിലധികം തവണ വിളിക്കുന്നത് ഞാൻ കേട്ടു. ആ വിളി ഒരു വെറും ഭ്രാന്തന്റെ വിളിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതിനകത്ത് എന്തോ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. എന്താണ് മായേ, അതിലെന്തെങ്കിലും സത്യമുണ്ടോ?